ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. രണ്ടാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സി എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വിജയാശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ആദ്യ ഭാഗം C++ എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഫങ്ഷൻസ് ഇൻ C++ എന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒന്ന് പരിചയപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വീഡിയോ നമ്മൾ സേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങളോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഈ ഒരു ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ആദ്യ പോയിന്റ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മോഡുലറൈസേഷൻ എന്താണെന്ന്. സോ മോഡുലറൈസേഷൻ ഓർ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്? ഒരു വലിയ ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ മോഡ്യൂൾസ്, ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസായി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് മോഡുലറൈസേഷൻ. അതായത് ഇവിടെ നോക്കുക, ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. ആ പോയിന്റ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ബ്രേക്കിംഗ് ദ ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ്. ഇനി മോഡുലറൈസേഷൻ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ചിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ആ പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെക്കണം. പല വർഷങ്ങളിലും ചോദ്യം ആയിട്ട് ചോദിച്ചതാണ്. ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതും വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ പോയിന്റുകൾ, ആൻസേഴ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്, ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാം. മെറിറ്റ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, പ്രോഗ്രാം സൈസ് വളരെ ചുരുങ്ങും. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, എറർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമുകളെ കുറെ കൂടി സിംപ്ലറാക്കി മാറ്റുന്നു ഈ മോഡുലറൈസേഷൻ എന്നുള്ള അപ്രോച്ചിലൂടെ. ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി, അതായത് മോഡ്യൂൾസ് ആക്കി കഴിഞ്ഞാൽ ആ മോഡ്യൂൾസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾക്കത് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് മെറിറ്റ്സ്. ഇനി ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഇൻ ടു ഈസ് എ വെരി ചാലഞ്ചിങ് ടാസ്ക്. അതായത് ഏത് രീതിയിൽ ലോജിക് എങ്ങനെയാണെന്ന് കണ്ടെത്തി ഇതിനെ ബ്രേക്ക് ചെയ്യുക, മോഡ്യൂൾസ് ആക്കി മാറ്റുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ദെൻ ഈച്ച് സബ് പ്രോബ്ലം മസ്റ്റ് ബി ഇൻഡിപെൻഡൻ്റ് ഓഫ് അതേഴ്സ്. അതായത് എല്ലാ മോഡ്യൂൾസും ഇൻഡിപെൻഡൻ്റായി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. പോയിന്റുകളൊന്ന് ഓർത്ത് വെക്കുക. ഈ 4 മെറിറ്റ്സും 2 ഡിമെറിറ്റ്സും ഒന്ന് ഓർത്ത് വെക്കുക. ഏതിൻ്റെത്? അതായത് മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്, ദെൻ ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇനി നമ്മൾ ഫങ്ഷൻ എന്നുള്ള സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അതായത് മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനുള്ള ഒരു എക്സാമ്പിളാണ് ഫങ്ഷൻസ്. നമ്മുടെ പ്രോഗ്രാമിൽ ഫങ്ഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്താണ് ഫങ്ഷൻ? ഫങ്ഷൻ്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. എക്സാമിന് ചില വർഷങ്ങളിൽ ചോദിച്ചതാണ്. ഡിഫൈൻ എ ഫങ്ഷൻ. സോ എ ഫങ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അതായത് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ഫങ്ഷനായി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനൊരു പേര് കൊടുക്കുന്നു. നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അണ്ടർ എ സിംഗിൾ നെയിം. എന്തിനു വേണ്ടിയിട്ട്? ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്, ഒരു പ്രത്യേക ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫങ്ഷൻ നെയിം. അതാണ് നമ്മുടെ ഫങ്ഷൻ നെയിം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 2 തരത്തിലുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്.
പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ഓൾറെഡി ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഫങ്ഷൻസ്. ആ ഫങ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. ഓർ അനദർ നെയിം ബിൽറ്റ് ഇൻ ഫങ്ഷൻ. അതുപോലെ രണ്ടാമത്തെ കാറ്റഗറി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. യൂസർ അവരുടെ പർപ്പസ് എന്താണോ, അവരുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ നമ്മൾ 5-6 കാറ്റഗറീസ് നമ്മൾ പോവുകയാണ്. അതിലെ ഒന്നാമത്തെ കാറ്റഗറി കൺസോൾ ഫങ്ഷൻസ്. കൺസോൾ ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും. ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കീബോർഡിലൂടെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസായ മോണിറ്ററിലൂടെ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക, നമ്മൾ യൂസറിന് തിരിച്ചു കൊടുക്കുക. സോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ക്യാരക്ടേഴ്സ് ഓർ എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഒരുപക്ഷെ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിരിക്കാം, ഒരുപക്ഷെ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ഈ ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണത് നോക്കുക. ഏതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺസോൾ ഫങ്ഷൻസ്? ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ. ഈ രണ്ട് ക്യാരക്ടർ ഫങ്ഷൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാനും ഒരു സിംഗിൾ ക്യാരക്ടർ നിങ്ങൾ മോണിറ്ററിലൂടെ ഔട്ട്പുട്ടായി നിങ്ങൾക്ക് ലഭിക്കുവാനും. അതായത് ഗെറ്റ് ക്യാർ റിട്ടേൺസ് എ ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ ദ കീബോർഡ്. കീബോർഡിലൂടെ നിങ്ങൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ പ്രോഗ്രാമിലോട്ട് എത്തുന്നത് ഗെറ്റ് ക്യാർ ഫംഗ്ഷനിലൂടെയാണ്. അതുപോലെ പുട്ട് ക്യാർ എന്നുള്ളത് ഒരു ക്യാരക്ടർ പ്രോഗ്രാം എക്സിക്യൂഷന് ശേഷം മോണിറ്ററിലൂടെ ഡിസ്പ്ലേ ചെയ്യാനാണ് പുട്ട് ക്യാർ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി ഗെറ്റസ് ദെൻ പുട്ടസ്. ഗെറ്റസ് എന്നുള്ള ഫംഗ്ഷൻ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാനും, പുട്ടസ് എന്നുള്ളത് എ സ്ട്രിങ് അല്ലെങ്കിൽ an array of character displayed through the monitor. ശ്രദ്ധിക്കുക, 4 കൺസോൾ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, ഗെറ്റസ്, പുട്ടസ്. അതിൽ ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ ഗെറ്റസ് ആൻഡ് പുട്ടസ് സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ 4 കൺസോൾ ഫങ്ഷൻസും നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയൽ ഏതാണ്? CSTDIO എന്നുള്ള ഹെഡർ ഫയൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ നിർബന്ധമായും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി സ്ട്രീം ഫങ്ഷൻസ് ഏതൊക്കെയാണ്? കൺസോൾ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് സ്ട്രീം ഫങ്ഷൻസ്. നമുക്ക് ഏതാണ്ട് നമ്മൾ ഒരുപോലെയാണ് നമ്മൾ തോന്നുമെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഒന്ന് കൺസോൾ ഫങ്ഷൻസ് ആണ്, മറ്റൊന്ന് സ്ട്രീം ഫങ്ഷൻസ് ആണ്. അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് നമ്മളിപ്പോഴും പോകുന്നില്ല. കൺസോൾ ഫങ്ഷൻസ് ഓർത്ത് വെക്കുക. ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, ഗെറ്റസ്, പുട്ടസ് ആണെങ്കിൽ സ്ട്രീം ഫങ്ഷൻസ് ഏതൊക്കെയാണ്? സ്ട്രീം ഫങ്ഷൻസ് cin.get, അതായത് ഗെറ്റ് എന്നുള്ള ഫങ്ഷൻ, ഗെറ്റ് ലൈൻ എന്നുള്ള ഫങ്ഷൻ, പുട്ട് എന്നുള്ള ഫങ്ഷൻ, റൈറ്റ് എന്നുള്ള ഫങ്ഷൻ. ഈ 4 ഫങ്ഷൻസ് ആണ് സ്ട്രീം ഫങ്ഷൻസ്. നേരത്തെ നമ്മൾ കൺസോൾ ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, ഗെറ്റസ്, പുട്ടസ്. അത് അങ്ങനെയാണെങ്കിൽ സ്ട്രീം ഫങ്ഷൻസ് നമ്മൾ ഗെറ്റ്, ഗെറ്റ് ലൈൻ, പുട്ട്, റൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗെറ്റ് എന്നുള്ളത് ഒരു സിംഗിൾ ക്യാരക്ടർ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാനാണ്. ഗെറ്റ് ലൈൻ എന്നുള്ളത് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ an array of character നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടും ഉപയോഗിക്കുന്നത് ആരുടെ കൂടെ മാത്രമാണ്? cin എന്നുള്ള ഒബ്ജക്റ്റ് സ്ട്രീം കോഡിൻ്റെ കൂടെ മാത്രമാണ്. cin.get, cin.getLine. അതായത് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷനും ഗെറ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷനും ആരുടെ കൂടെ മാത്രമേ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റൂ? cin. ഏത് ഓപ്പറേറ്റർ കൂടെ ഉപയോഗിക്കേണ്ടി വരും? ഡോട്ട്. cin.get, cin.getLine. ആദ്യത്തേത് ഒരു സിംഗിൾ ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നു. cin.getLine ഒരു സ്ട്രിങ് അല്ലെങ്കിൽ an array ഓഫ് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുന്നു. അതേപോലെ പുട്ട് എന്നുള്ളത് ഒരു സിംഗിൾ ക്യാരക്ടർ കീബോർഡിലൂടെ ഡിസ്പ്ലേ ചെയ്യുന്നു. റൈറ്റ് എന്നുള്ളത് ഒരു സ്ട്രിങ് നിങ്ങൾ
മോണിറ്ററിലൂടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് സ്ട്രീം ഏതാണ്? സി ഔട്ട്. അതായത് സ്ട്രീം ഫങ്ഷൻസ് ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് സി ഇൻ അല്ലെങ്കിൽ സി ഔട്ട്, ഈ രണ്ട് സ്ട്രീം ഒബ്ജക്റ്റുകളുടെ സഹായത്തോടു കൂടി, കൂടാതെ ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ 4 സ്ട്രീം ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കൂ. ഇനി സ്ട്രീം ഫങ്ഷൻസ് നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ IO സ്ട്രീം എന്നുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്തിരിക്കണം. അത് നമ്മുടെ സാധാരണ പ്രോഗ്രാമുകളിലൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് എക്സ്ട്രാ നിങ്ങൾ വീണ്ടും #include IO സ്ട്രീം എന്ന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രിംഗ് ഫങ്ഷൻസ്. ഇവിടെ ഇനി പറയാൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫങ്ഷൻസ് നമ്മുടെ സിലബസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ട്രിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. strlen എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സ്ട്രിംഗ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട്, ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് കാണാൻ strlen. strcpy സ്ട്രിംഗ് കോപ്പി ചെയ്യാൻ, അതായത് സ്ട്രിംഗ് 1-ലെ ക്യാരക്ടർ അറേ ഏതാണോ, സ്ട്രിംഗ് ഏതാണോ, ആ സ്ട്രിങ്ങിനെ സ്ട്രിംഗ് 2-ലോട്ട് കോപ്പി ചെയ്യാനാണ് സ്ട്രിംഗ് കോപ്പി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് നോക്കിയാൽ നിങ്ങൾ strcpy string 1, string 2. ഓക്കെ, ഇനി സ്ട്രിംഗ് കാറ്റ് പേര് ഒന്ന് ഓർത്ത് വെക്കുക. CAT എന്ന് ഉദ്ദേശിക്കുന്നത് കോൺകാറ്റിനേഷൻ എന്നാണ്. കോൺകാറ്റിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പൈൻ ചെയ്യുക, ജോയിൻ ചെയ്യുക. അതായത് ഈ ഒരു കേസ് നോക്കുക നിങ്ങൾ, strcat string 1, string 2 എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ട്രിംഗ് 1-ലെ സ്ട്രിങ്ങും സ്ട്രിംഗ് 2-ലെ സ്ട്രിങ്ങും കമ്പൈൻ ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അതിനാണ് സ്ട്രിംഗ് strcat കോൺകാറ്റിനേഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി strcmp സ്ട്രിംഗ് കമ്പാരിസൺ. സ്ട്രിംഗ് കമ്പാരിസൺ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക, വെദർ ദേ ആർ ഈക്വൽ, വെദർ ദേ ആർ സെയിം ഓർ നോട്ട്. രണ്ടും സെയിം ആണോ, രണ്ട് സ്ട്രിങ്ങുകളും ഈ ഒരേപോലുള്ള സ്ട്രിങ്ങുകളാണോ, ഒരേ സ്ട്രിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് സ്ട്രിംഗ് കമ്പാരിസൺ. ഇനി സ്ട്രിംഗ് കമ്പാരിസൻ്റെ റിസൾട്ട് എപ്പോഴും either a positive number or a negative number or 0. ഈ 3 വാല്യൂസ്, അതായത് സ്ട്രിംഗ് കമ്പാരിസൺ strcmp string 1, string 2, ഈ രണ്ട് സ്ട്രിങ്ങുകളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് 0 എപ്പോഴാണായിരിക്കുക? ഇഫ് ദീസ് 2 സ്ട്രിങ്സ് ആർ സെയിം. രണ്ടും സെയിം ആയിട്ടുള്ള സ്ട്രിങ്ങുകളാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് 0 എന്നായിരിക്കും. ഓക്കെ, ഇനി എപ്പോഴാണ് ഇത് നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുക? റിട്ടേൺസ് എ നെഗറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിംഗ് 1 ഈസ് ലോവർ ദാൻ സ്ട്രിംഗ് 2. ആൽഫബറ്റിക്കലി ലോവർ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ആൽഫബറ്റിക്കലി ലോവർ ആവുക? ഫോർ എക്സാമ്പിൾ, A ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ B. A എന്നുള്ള ക്യാരക്ടർ എന്നുള്ള ആൽഫബറ്റ് B എന്നുള്ള ആൽഫബറ്റിനേക്കാൾ ലോവറാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിൽ ആദ്യത്തെ അക്ഷരം, ഒന്നാമത്തെ സ്ട്രിങ്ങിലെ ആദ്യത്തെ അക്ഷരം A എന്നും രണ്ടാമത്തെ സ്ട്രിങ്ങിലെ ആദ്യത്തെ അക്ഷരം B എന്നുമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഫസ്റ്റ് സ്ട്രിങ് ഈസ് ലോവർ ദാൻ സെക്കൻഡ് സ്ട്രിങ്. അപ്പോഴേ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? ഈ സ്ട്രിംഗ് കമ്പാരിസൺ എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി നേരെ റിവേഴ്സ്, പോസിറ്റീവ് ആകുന്ന എപ്പോഴാണ്? ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ഹയർ ആണെങ്കിൽ, ഒന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ഹയർ ആണെങ്കിൽ സ്ട്രിംഗ് കമ്പാരിസൺ എന്നുള്ള ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുക? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇനി ഇത് പറഞ്ഞിരിക്കുന്നത് സ്ട്രിംഗ് കമ്പാരിസൺ എന്നുള്ളത് നമ്മൾ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് കൺസിഡർ ചെയ്യും. അതേസമയം strcmp I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ് കമ്പാരിസൺ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിങ് ദ കേസസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ അപ്പർ കേസ് എന്നും ലോവർ കേസ് എന്നും സെപ്പറേറ്റ് നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും A എന്നുള്ള ക്യാരക്ടർ ഓൾവേസ് A, അത് അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും. അതേസമയം strcmp എന്നുള്ള സ്ട്രിങ്ങിൽ അപ്പർ കേസ് എന്നുള്ളത് സെപ്പറേറ്റ് ആണ്. ദേ ആർ കൺസിഡേർഡ് ആസ് ഡിഫറെൻറ്റ്, രണ്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ് നമ്മൾ
നമ്മുടെ സിലബസിൽ പരിഗണിക്കുന്നത് ഏതൊക്കെ സ്ട്രിങ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് CPY കോപ്പി ദ സ്ട്രിങ് കോൺകാറ്റിനേഷൻ strcat, സ്ട്രിങ് കമ്പാരിസൺ, 2 തരത്തിലുള്ള ഫങ്ഷൻസ് ഉപയോഗിക്കുന്നു, strcmp ആൻഡ് strcmpi. ഈ ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഏത് ഹെഡർ ഫയൽ യൂസ് ചെയ്യണം? C സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി മാത്തമെറ്റിക്കൽ ഫങ്ഷൻസിലൂടെ നമുക്ക് കിടക്കാം. മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് വളരെ കുറച്ച് ഫങ്ഷൻസ് മാത്രമേ നമ്മുടെ സിലബസിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാണ് മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ്? ABS എന്നുള്ള ഫങ്ഷൻ എന്തിനാണ്? ആബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്താൻ. ആബ്സല്യൂട്ട് വാല്യൂ മീൻസ് നിങ്ങളൊരു പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ നെഗറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -5, absolute value of -5 is 5, absolute value of +3 is 3. അതായത് അതിലെ സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആബ്സല്യൂട്ട് വാല്യൂ കിട്ടും. അങ്ങനെ ആബ്സല്യൂട്ട് വാല്യൂ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കും? ABS. അതുപോലെ സ്ക്വയർ റൂട്ട് SQRT എന്നുള്ള ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്വയർ റൂട്ട് കാണാൻ. SQRT ഓഫ് 25 റിസൾട്ട് എന്തായിരിക്കും? 5 എന്നായിരിക്കും. SQRT ഓഫ് x എന്നുള്ള വേരിയബിളിനകത്തെ വാല്യൂ എന്താണോ ആ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, ദറ്റ് ഈസ് SQRT, സ്ക്വയർ റൂട്ട്. POW പവർ, എക്സ്പോണൻ്റ് കാണാനാണ്. നോക്കുക, ഈ സിൻടാക്സ് നോക്കുക. POW ഓഫ് ഡബിൾ, എന്താണ് മീനിങ്? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. POW ഓഫ് 2,3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 to the power 3, 2 raised to 3. POW 3,2 എന്നാണെങ്കിലോ 3 to the power 2 എന്നായിരിക്കും. അതായത് 2 raised to 3 എന്നും 3 raised to 2 എന്നും. പവർ ഓഫ് 2,3, 2 raised to 3. 2 raised to 3 എത്രയാ? 2 into 2, that is 8. ഓക്കെ, ഇനി പവർ ഓഫ് 3,2 എന്നാണെങ്കിലോ 3,2 എന്ന് വെച്ചാൽ 3 raised to 2. 3 raised to 2 means 3 square. 3 square എത്രയാണ്? 9 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് നമ്മളിവിടെ പഠിക്കുന്നത് ABS ഫോർ ആബ്സല്യൂട്ട് വാല്യൂ, SQRT ഫോർ സ്ക്വയർ റൂട്ട്, POW ഫോർ കാൽക്കുലേറ്റിംഗ് ദ എക്സ്പോണൻ്റ് വാല്യൂ. ഈ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏത് ഹെഡർ ഫയൽ യൂസ് ചെയ്യണം? CMath എന്നുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി പ്രീഡിഫൈൻഡ് ഫങ്ഷൻസിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടർ ഫങ്ഷൻസ് ആണ്. നമ്മൾ ഏതാണ്ട് 7ഓളം ക്യാരക്ടർ ഫങ്ഷൻസ് ഈ ഒരു സിലബസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏത് ക്യാരക്ടർ ഫങ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഏത് കൂടി ആഡ് ചെയ്യണം? CC ടൈപ്പ് എന്നുള്ള ഹെഡർ ഫയൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ഫങ്ഷൻസ് നോക്കാം. ഈസ് അപ്പർ ഒരു ചോദ്യം ആയിട്ടാണ് ആ ഒരു ഫങ്ഷൻ ഉള്ളത്. ഈസ് അപ്പർ കേസ് ആണോ എന്ന ചോദ്യം പോലെയാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ഓർ നോട്ട്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ക്യാരക്ടർ, അതായത് ഈസ് അപ്പർ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 എന്നായിരിക്കും. അപ്പർ കേസ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂ 0 എന്നായിരിക്കും. സോ ഈസ് അപ്പർ, ഇറ്റ് റിട്ടേൺസ് 1 if the character given is upper case and it returns 0 otherwise. ഓക്കെ, ഇനി ഈസ് ലോവർ എന്തായിരിക്കും? ഈസ് ലോവർ നേരെ റിവേഴ്സ്. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 എന്നായിരിക്കും. അതേസമയം ലോവർ കേസ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂ 0 എന്നായിരിക്കും. ഓക്കെ, ഇനി ഈസ് ആൽഫബറ്റ് ആണോ? നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന വാല്യൂ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് 1 എന്നായിരിക്കും. ആൽഫബറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 0 എന്നായിരിക്കും. അപ്പോൾ ആൽഫബറ്റ് അല്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഹാഷ്, ഡോളർ, ഇങ്ങനെയുള്ള ധാരാളം, അതുപോലെ ഡിജിറ്റ്സ്, ഇതൊക്കെ ആൽഫബറ്റ്സ് അല്ല. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്തതെങ്കിൽ ഈസ് ആൽഫ എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 0 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, ഈസ് ഡിജിറ്റ്സ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന
ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആണെങ്കിൽ, അതായത് 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നത്, ക്യാരക്ടറായി നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നത് എങ്കിൽ ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 1 എന്നായിരിക്കും. ഡിജിറ്റ് അല്ലാതെ നിങ്ങൾ ആൽഫബറ്റ്സ് ആയിക്കോട്ടെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് ക്യാരക്ടർ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാലും റിട്ടേൺ ചെയ്യുന്നത്, ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഈസ് ആൽഫ ന്യൂമറിക്. ആൽഫ ന്യൂമറിക് ALNUM എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ന്യൂമറിക് എന്നാണ്. ആൽഫ ന്യൂമറിക് ഉദ്ദേശിക്കുന്നത് ആൽഫബറ്റ് ആകാം, അല്ലെങ്കിൽ ഡിജിറ്റ് ആകാം, നമ്പർ ആകാം, ന്യൂമറിക് ആകാം. ആൽഫബറ്റോ നമ്പറോ ഇതിലേതെങ്കിലും അല്ലാതെ മറ്റേത് ക്യാരക്ടർ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാലും റിട്ടേൺ ചെയ്യുന്നത് 0 ആയിരിക്കും. അതേസമയം നിങ്ങൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒന്നുകിൽ ആൽഫബറ്റ് ആയാൽ മതി, അല്ലെങ്കിൽ നമ്പർ ആയാൽ മതി. ഇതിലേതായാലും റിട്ടേൺ ചെയ്യുന്നത് 1 എന്നുള്ള വാല്യൂ ആയിരിക്കും. ദെൻ ഇത്രയും ഫങ്ഷൻസ് റിട്ടേൺ ചെയ്യുന്നത് 1 എന്നോ 0 എന്നോ ആണ്. അതായത് ബൂളിയൻ വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി പറയുന്ന 2 ഫങ്ഷൻസ് റിട്ടേൺ ചെയ്യുന്നത് ടു അപ്പർ എന്നുള്ള ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് തന്നിരിക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലോട്ട് മാറ്റുന്നു. അതായത് നിങ്ങൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലോവർ കേസ് ക്യാരക്ടർ ആണെങ്കിൽ ആ ക്യാരക്ടറിനെ അപ്പർ കേസ് ക്യാരക്ടറാക്കി മാറ്റുന്നു. ഇനി ഓൾറെഡി നിങ്ങൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് തന്നെയാണെങ്കിലോ നോ ചേഞ്ച്, അത് അപ്പർ കേസിൽ തന്നെ ഉണ്ടാവും. സോ ടു അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ടു അപ്പർ. ഇനി ടു ലോവർ എന്നുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന ക്യാരക്ടറിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് തന്നിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണുള്ളതെങ്കിൽ അതിനെ ലോവർ കേസിലോട്ട് മാറ്റുന്നു, ലോവർ കേസിലാണ് തന്നെയാണുള്ളതെങ്കിൽ നോ ചേഞ്ച്, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ക്യാരക്ടർ ഫംഗ്ഷൻ. ഇനി നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിലോട്ട് കടക്കുകയാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ പ്രത്യേകത? User defined functions, it is defined by the user, the statements inside the function, what is the duty of the function, what is the purpose of the function, എന്താണ് ആ ഫംഗ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത് യൂസർ തന്നെയാണ്. യൂസർ തന്നെയാണ് ആ ഫംഗ്ഷന് പേര് കൊടുക്കുന്നത്, യൂസർ തന്നെയാണ് ആ ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം ഫംഗ്ഷൻ എന്ന് തീരുമാനിക്കുന്നതൊക്കെ യൂസർ തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഡാറ്റ ടൈപ്പ്, അതായത് ഈ ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏത് ഡാറ്റ ടൈപ്പിലുള്ളതായി ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ഈ കാണുന്ന ഡാറ്റ ടൈപ്പ് എന്നുള്ള ഈ ഭാഗത്താണ്. പിന്നെ ഫംഗ്ഷൻ്റെ പേര്, ഫംഗ്ഷൻ നെയിം, നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഫംഗ്ഷൻ്റെ പേരെന്താണോ ആ പേര് ഇവിടെ വരുന്നു. ബ്രാക്കറ്റിനകത്ത് ആ ഫംഗ്ഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് ബ്രാക്കറ്റിനകത്ത് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യും. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ കേർലി ബ്രാക്കറ്റിനകത്ത് കേർലി ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കണമെന്നുണ്ടോ ആ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും? സെമി കോളൻ ഉണ്ടായിരിക്കും. അതായത് ഒരു ടെർമിനേറ്റർ ആയിട്ടാണ് അവിടെ, ഒരു എൻഡിങ് സിമ്പിളായിട്ടാണ് നമ്മൾ സെമി കോളൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ്. യെസ്, ഇനി നമ്മൾ പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ, മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് പ്രോട്ടോടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഫംഗ്ഷൻ എന്താണെന്ന് കമ്പൈലറിന് മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അതായത് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ആ ഫംഗ്ഷൻ എന്താണെന്ന് കമ്പൈലറിന് മനസ്സിലാക്കി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ വരുന്നത്, അതിലുള്ള കണ്ടന്റ് എന്തൊക്കെയായിരിക്കും, അതാണ് അതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്
അതിലെന്തൊക്കെയുണ്ട്? വിച്ച് ഇൻക്ലൂഡ്സ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ, ഫംഗ്ഷൻ്റെ പേരുണ്ടായിരിക്കും. ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്, അതായത് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വാല്യൂ, അത് ഏത് ഡാറ്റ ടൈപ്പിലുള്ളതാണ്, അതാണ് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ, ദെൻ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, അതായത് ആ ഫംഗ്ഷനിലോട്ട് ആ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നേരത്തെ കണ്ടു, സാധാരണ ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് കണ്ടു, അതായത് എത്ര ആർഗ്യുമെൻറ്റ്സ് ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നു, അത് ഏത് ടൈപ്പിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് എന്നൊക്കെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ബ്രാക്കറ്റിൽ കൊടുക്കും. കൂടാതെ ആൻഡ് ഇറ്റ്സ് ആക്സസിബിലിറ്റി, അതായത് ആ ഫംഗ്ഷൻ എവിടെയൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും, ആ ഫംഗ്ഷനെ പ്രോഗ്രാമിനകത്ത് എവിടെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആക്സസിബിലിറ്റി ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എവിടെയാണോ ഡിഫൈൻ ചെയ്തത് അതിനനുസരിച്ചാണ് അതിൻ്റെ ആക്സസിബിലിറ്റി. സോ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് is a declaration of the function which includes the name of the function, its return type, number and type of arguments and its accessibility. ഇത്രയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫംഗ്ഷൻ ഡിക്ലറേഷനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഇപ്പോഴും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ്. ഇനി ആ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത്, ഒരു ഫംഗ്ഷനകത്ത് 2 തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ്? ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ formal, so the variables or the arguments used in the function definition are known as formal arguments. അതേസമയം the variables or expressions used in the function call statement, ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്തുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ആ ഫംഗ്ഷനിൽ നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിനെ പറയുക ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ്. നമുക്കതിനുള്ളൊരു എക്സാമ്പിൾ ഒന്ന് കാണാം, വരാൻ പോകുന്നു ആ എക്സാമ്പിൾ. ഇതാണ് ആ ഒരു ഇവിടെ നോക്കുക, ഈ ഫംഗ്ഷനിൽ ഇതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഇവിടെ നോക്കുക. റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻറ്റ്, നെയിം ഓഫ് ദ ഫംഗ്ഷൻ ഫാക്ട്, ദെൻ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൽ ഒറ്റ ആർഗ്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഏതാണത്? ഇൻറ്റ് എന്നുള്ള ആർഗ്യുമെൻ്റാണ്. സോ ദിസ് ഈസ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇനി ഇതിൻ്റെ ആക്സസിബിലിറ്റി എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ബ്ലോക്കിനും എല്ലാ ഫംഗ്ഷനും പുറത്തായതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷനെ ഈ പ്രോഗ്രാമിനകത്ത് എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എവിടെ വെച്ച് വേണമെങ്കിലും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. അതാണ് ഇതിൻ്റെ ആക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. ഈ പ്രോഗ്രാമിനകത്ത്, മെയിൻ പ്രോഗ്രാമിനകത്ത് ഈ ഫംഗ്ഷനെ, ഫാക്ട് എന്നുള്ള പേരിലുള്ള ഫംഗ്ഷനെ 3 തവണ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ കോൾ ചെയ്തിട്ടുണ്ട്. ഫാക്ട് n, ഫാക്ട് r, ഫാക്ട് n-r. അപ്പോൾ 3 തവണയാണ് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ഫാക്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാക്ട് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിലെ 3 പോർഷൻസ് ഒന്ന് നോക്കുക നിങ്ങൾ. അതിനകത്ത് ആദ്യ ഭാഗത്ത് n എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, രണ്ടാമത്തേതിൽ r, മൂന്നാമത്തേതിൽ n-r. ഈ 3 ആർഗ്യുമെൻറ്റ്സിനെയും പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്, അതായത് ഇത് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന n, r, n-r ഇതൊക്കെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. അതേസമയത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടെയാണുള്ളത്? അത് താഴെയാണതാ. ഇതാണ് ഫംഗ്ഷൻ ഇത്രയും ഭാഗമാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇത്രയും ഭാഗത്ത് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നോക്കുക, ഇൻറ്റ് n പാസ് ചെയ്തിരിക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ പേര് ഇവിടെ n എന്നാണ്. ഈ n-നെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫങ്ഷൻസ്. ഈ ഫംഗ്ഷൻ ഇപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഈ കാണുന്നത് ഫാക്ട് n. ഇതൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്.
അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ 2 തരത്തിലുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് കോൾ ബൈ വാല്യൂ മെത്തേഡും മറ്റൊന്ന് കോൾ ബൈ റെഫറൻസ് മെത്തേഡും. അതായത് പാസ് ബൈ വാല്യൂ, ആർഗ്യുമെൻറ്റ്സ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ ബൈ വാല്യൂ മെത്തേഡും ഉപയോഗിക്കാം, ബൈ റെഫറൻസ് മെത്തേഡും ഉപയോഗിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഈ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കോൾ ബൈ വാല്യൂ മെത്തേഡാണ്. ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. അതെവിടെയാണ്? കോൾ ബൈ വാല്യൂ മെത്തേഡിൽ. ഒന്നുകൂടി, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും ആ ചേഞ്ചസ് ഒരു തരത്തിലും എവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല? ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. അത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റ് പാസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ്. ഇനി നേരെ റിവേഴ്സ് ആണ് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ്. അവിടെ എന്താണ്? അവിടെ നിങ്ങൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു, ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു, ഒരുപക്ഷെ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാല്യൂ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയൊരു വാല്യൂയിലേക്ക് മാറ്റുന്നു. അങ്ങനെ എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും ആ ചേഞ്ചസ് എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ. അതായത് നിങ്ങൾ വരുത്തിയ ചേഞ്ചസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ തന്നെയാണ് വരുത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഒരു ഒറ്റ മെമ്മറി ലൊക്കേഷനാണ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നതും ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നതും 2 ഡിഫറെൻ്റ് നെയിംസിൽ ഒരേ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂവിനെ മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം. അതായത് നിങ്ങൾ ഫോർമൽ ആർഗ്യുമെൻറ്റിനെ മാറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ തന്നെയാണ്. അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും അതൊക്കെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്കതിൻ്റെ ആ ഡിഫറൻസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നോക്കുക, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. എക്സാമിന് പലതവണ ചോദിച്ച ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. കോൾ ബൈ വാല്യൂവിൽ സാധാരണ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം കോൾ ബൈ റെഫറൻസിലോ റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ്. ഇപ്പോൾ റെഫറൻസ് വേരിയബിൾസ് എങ്ങനെയാണ് നമ്മൾ റെഫറൻസ് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുക? സാധാരണ വേരിയബിളിൻ്റെ പ്രിഫിക്സായി ഒരു ആംബസെൻറ്റ് സിമ്പിൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? റെഫറൻസ് വേരിയബിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ആക്ച്വൽ പാരാമീറ്റേഴ്സ് മേ ബി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. കോൾ ബൈ വാല്യൂവിൽ നിങ്ങൾ കൊടുക്കുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഒരുപക്ഷെ ഒരു വേരിയബിൾ ആയിരിക്കാം, ഒരുപക്ഷെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ എക്സ്പ്രഷൻസ് ആയിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ആക്ച്വൽ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യാം. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ അതൊന്നും സാധിക്കില്ല. കോൾ ബൈ റെഫറൻസിൽ വേരിയബിൾസ് മാത്രമേ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കൂ. ദെൻ ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. നിങ്ങൾ എന്ത് ചേഞ്ചസ് നിങ്ങൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ വരുത്തി കഴിഞ്ഞാലും, ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും അതൊന്നും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുകയില്ല. അതേസമയം കോൾ ബൈ റെഫറൻസിൽ നിങ്ങൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ വരുത്തുന്ന എല്ലാ ചേഞ്ചസും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. സോ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്, അതിൻ്റെ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുക. അതിന് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് എക്സാമ്പിൾസിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഇനി സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ ഓർ ഫംഗ്ഷൻ. സ്കോപ്പ് ഓഫ് എ വേരിയബിൾ ഓർ ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ. ഓക്കെ, നമുക്ക് ഇതിൽ നോക്കാം. ലോക്കൽ അതായത് വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ബേസ് ചെയ്തുകൊണ്ട് ആ വേരിയബിൾസിൻ്റെ സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സസിബിലിറ്റിയാണ്. സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ. അപ്പോൾ അങ്ങനെ എവിടെയാണ് വേരിയബിൾ ഡിഫൈൻ ചെയ്തത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 തരത്തിലുള്ള വേരിയബിൾസ് പറയാൻ സാധിക്കും. ഒന്ന് ലോക്കൽ വേരിയബിൾ, ഒന്ന് ഗ്ലോബൽ വേരിയബിൾ. എന്താണ് ലോക്കൽ വേരിയബിൾ? Local variable, a variable which is declared inside a function or a block is known as local variable. ഒരു ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനകത്ത്, ബ്ലോക്ക് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്,
അതൊരു ലൂപ്പായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഒരു ഫംഗ്ഷനകത്തോ ഒരു ബ്ലോക്കിനകത്തോ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ലോക്കൽ വേരിയബിൾ ആണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ലോക്കലി അവൈലബിൾ. എവിടെ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ? ആ ഫംഗ്ഷനകത്ത് വെച്ച് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കൂ. ഇനി എന്താണ് അതിൻ്റെ ലൈഫ് ടൈം? ലൈഫ് ടൈം ഉദ്ദേശിക്കുന്നത് ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ടൈമാണ്. ഫംഗ്ഷൻ എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത് ഉടനെ ലോക്കൽ വേരിയബിൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നു, മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി എപ്പോഴാണോ ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ലോക്കൽ വേരിയബിൾ മെമ്മറിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് ലോക്കൽ വേരിയബിൾ. വാട്ട് അബൌട്ട് ഗ്ലോബൽ വേരിയബിൾ? എ വേരിയബിൾ വിച്ച് ഈസ് ഡിക്ലയർഡ് ഔട്ട്സൈഡ് ഓൾ ദ ഫങ്ഷൻസ്. എല്ലാ ഫംഗ്ഷനും പുറത്ത് ഡിഫൈൻ ചെയ്യുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എവിടെ വെച്ച് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷനകത്ത് വെച്ച് മാത്രമല്ല, എവിടെ പ്രോഗ്രാമിനകത്ത് എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി ലൈഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ലൈഫ് ടൈമാണ്. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ആ ഗ്ലോബൽ വേരിയബിൾ മെമ്മറിക്കകത്ത് അലോക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി ലോക്കൽ ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷനും സെയിം ലോജിക്, അതേ ലോജിക് തന്നെയാണ് ലോക്കൽ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷനകത്തോ അല്ലെങ്കിൽ ബ്ലോക്കിനകത്തോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക്കൽ ഫംഗ്ഷനാണ്. ഗ്ലോബൽ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ബ്ലോക്കിനും എല്ലാ ഫംഗ്ഷനും പുറമെ ഡിഫൈൻ ചെയ്തതാണെങ്കിൽ അതൊരു ഗ്ലോബൽ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സസിബിലിറ്റിയും അല്ലെങ്കിൽ ഇതിൻ്റെ ലൈഫ് ടൈം ഇതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും പറഞ്ഞതുപോലെ ലോക്കൽ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനകത്താണോ ഡിഫൈൻ ചെയ്തത് ആ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ടൈമാണ് ലോക്കൽ ഫംഗ്ഷൻ്റെ ലൈഫ് ടൈം. ഗ്ലോബൽ ഫംഗ്ഷൻ്റെ ലൈഫ് ടൈം ഉദ്ദേശിക്കുന്നത് ദ എൻറ്റയർ പ്രോഗ്രാം, ദ കംപ്ലീറ്റ് പ്രോഗ്രാം സ്റ്റാർട്ടിങ് മുതൽ പ്രോഗ്രാം ടെർമിനേഷൻ വരെ മെമ്മറിക്കകത്ത് ഗ്ലോബൽ ഫംഗ്ഷൻ അലോക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ദ സെക്ഷൻ. ഈ ഫംഗ്ഷൻ എന്നുള്ള ഈ ചാപ്റ്ററിനകത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം, പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്താതെ ആ പോയിന്റുകൾ, എക്സാമിന് വരുന്ന പോയിന്റുകൾ മാത്രം നമുക്ക് ആൻസർ പേപ്പറിലോട്ട് മാറ്റാൻ അല്ലെങ്കിൽ ആൻസർ പേപ്പറിലോട്ട് എടുത്തെഴുതാൻ പറ്റുന്ന രീതിയിൽ ചുരുക്കി വളരെ ബ്രീഫാക്കി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നു. ഇത് നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എക്സാമിന് തീർച്ചയായും ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാന പോയിന്റുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ നല്ല മാർക്ക്, ഹൈ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മതിയാവില്ല. മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഇതിൽ വളരെ പ്രധാന പോയിന്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.